എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ നിലയ്ക്ക് ഇകഴ്ത്തിയതിന്റെ ഫലമായി നമ്മൾ പറഞ്ഞു അത് പാടില്ല. അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മെ സംബന്ധിച്ച് പറഞ്ഞ പരാമർശം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതൊന്ന് കേൾക്കണം. എന്താ പറഞ്ഞത്? ഇത് പറഞ്ഞതിന്റെ ഫലമായി നമ്മളൊക്കെയും മുശ്രിക്കുകളായി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ ഹജ്ജിന് പോകുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ഹജ്ജൊന്നും സ്വഹീഹല്ല. കാരണം അബൂജഹലുകളോട് തുല്യമായ ഹജ്ജാണ് സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം മുജാഹിദുകളായ ഞങ്ങളുടെ ഹജ്ജ് മാത്രമാണ് സ്വീകരിക്കുക. അത് എത്ര പേരാണെന്ന് നമ്മൾ വ്യക്തമാക്കി തരാം. 5 ലക്ഷം ആളുകൾ. അത് വർഷാവർഷം 5 ലക്ഷം ആളുകളുടെ ഹജ്ജ് മാത്രം സ്വീകരിക്കും. ബാക്കി ഒരൊറ്റ വ്യക്തിയുടെയും ഹജ്ജ് സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് അങ്ങനെ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അബൂജഹലുകളോട് സമാനമായ മുശ്രിക്കുകളായ സുന്നികൾ അവിടെ വന്ന് ഹജ്ജ് ചെയ്യുന്നത് കൊണ്ടാണ് മീനായിലും മറ്റുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ മൗലവിയാകുന്ന മുജാഹിദ് ബാലുശ്ശേരി എന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ച മഹാനായ നേതാവിന്റെ അഭിപ്രായം. അതൊന്ന് കേൾക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തമുണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തമുണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാരവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ? അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ 5 ലക്ഷം ആളുകൾ മാത്രം. ഇത് തന്നെ പൊള്ളല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുജാഹിദുകളിൽ നിന്ന് 5 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് ഹജ്ജ് ചെയ്യാനുള്ള പെർമിറ്റ് എല്ലാ കൊല്ലുള്ളൂ തന്നെ. വർഷത്തിൽ ഈ തേങ്ങ ഉണ്ടല്ലോ, എണ്ണീറ്റ് അങ്ങനെ കയറ്റിവിടും, കണക്കായി എണ്ണീറ്റ് കയറ്റിവിടും. ഇതുപോലെയാണ് അവർ മനസ്സിലാക്കിയത്. 5 ലക്ഷം ആളുകൾ മാത്രം, ഒരു വർഷത്തെ മാത്രം പറയുകയാണെങ്കിൽ തിരക്കില്ല. വർഷാവർഷേ 5 ലക്ഷം ആളുകളുടെ മാത്രം ഹജ്ജെ സ്വീകരിക്കുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾ. കഴിഞ്ഞ ഈ ഹജ്ജിന് എത്ര ആളുകളായിരുന്നു വന്നിരുന്നത്? 30 ലക്ഷം. 30ഉം 35ഉം ലക്ഷങ്ങൾ അവിടെ വന്ന് ഹജ്ജ് ചെയ്യുമ്പോൾ പണം ചെലവഴിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ മക്കയൊന്ന് കാണണം, ആ മണിമന്ദിരമാകുന്ന കഅബാലയമൊന്ന് കാണണം, അതൊന്ന് ത്വവാഫ് ചെയ്യണം, അറഫയിലൊന്ന് സംഗമിക്കണം, അവിടെ വെച്ച് പടച്ചവനോടൊന്ന് ദുആ ചെയ്യണം, ബീരായിൽ പോകണം, മുസ്ദലിഫയിൽ പോകണം, പുണ്യമായ നഗരങ്ങളിലൊക്കെ പോയി അല്ലാഹുവിനോട് ദുആ ചെയ്ത് എന്റെ മനസ്സിലുള്ള സർവ്വ പാപക്കറകളും അങ്ങ് നീക്കി മനസ്സ് ശുദ്ധിയായി നന്നായൊന്ന് മരിക്കണമെന്ന ലക്ഷ്യത്തോടെ ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് ആളുകൾ അങ്ങോട്ടൊഴുകുമ്പോൾ
അവരുടെ ഹജ്ജൊക്കെയും നിഷ്ഫലമാണെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നാം ചിന്തിക്കണം, എന്തിന്റെ പേരിലാണ് നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വഹാബത്ത് കൊടുത്ത സ്ഥാനം നമ്മൾ കൊടുത്തതിന്റെ ഫലമായി, താബിഈങ്ങൾ കൊടുത്ത സ്ഥാനം നമ്മൾ കൊടുത്തതിന്റെ ഫലമായി നമ്മളൊക്കെയും മുശ്രിക്കുകളാണെന്ന് പറഞ്ഞ് നമ്മുടെ സർവ്വ കർമ്മങ്ങളും ബാത്തിലാട്, നിഷ്ഫലമാട്, അബൂജഹലുകളോട് തുല്യമാട് എന്ന് പറയുമ്പോൾ ഈമാനുള്ളവന്റെ മനസ്സ് വേദനിച്ചില്ലേ? ഇവരാണോ തൗഹീദിന്റെ ആളുകൾ? എന്നാൽ ഞാനൊരു കാര്യം ബോധ്യപ്പെടുത്തുകയാണ്, ഇസ്ലാമിനോട് കളിച്ചതിന്റെ ഫലമായി ഈ 5 ലക്ഷം ആളുകളും മുശ്രിക്കുകളാണെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അത് കേട്ടോ, എന്ത്? ഇപ്പോ 5 ലക്ഷം ആളുടെ മാത്രം ഹജ്ജല്ലേ സ്വഹീഹായത്? സമ്മതിച്ചോക്കെ, മുജാഹിദിലെ വലിയ ഗ്രൂപ്പിൽപ്പെട്ട 5 ലക്ഷം ആളുടെ ഹജ്ജെ സ്വീകരിക്കൂ. പിന്നെ ഈ 5 ലക്ഷം ആളുകളുടെ ഹജ്ജ് മാത്രമാണ് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഈ മുജാഹിദിലെ വലിയ ഗ്രൂപ്പിന്റെ നേതാക്കൾ അടക്കം, അനുയായികൾ അടക്കം, അവര് മക്കാ മുശ്രിക്കുകളുടെ അതേ വിശ്വാസത്തിലേക്കാണ് ജിന്നു സിഹിറിന്റെ വിഷയത്തിൽ പോയിട്ടുള്ളത് എന്നാണ് മറ്റൊരു ഗ്രൂപ്പിൽപ്പെട്ട ഉമർ സുല്ലമി എന്ന പ്രായം ചെന്ന മൗലവി സംസാരിക്കുന്നത്. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്ക്. അവരെല്ലാവരുടെയും കൂടെ ഒരു ജിന്ന് രക്ഷപ്പെടുത്താനുണ്ടാവുമെന്നും ഓരോ അപകടത്തിൽ വരുമ്പോൾ ആ ജിന്ന് അവരെ രക്ഷപ്പെടുത്തുമെന്നും അങ്ങനെ ആ ജിന്നോട് രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാമെന്നുമാണ് അവർ അതുകൊണ്ട് വരുത്തുന്നത്. ഇത് പണ്ട് ഖുറൈശികൾ ചെയ്ത അതേ ശിർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്.